മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണ് എന്ന് പറയരുത്. നിങ്ങളെ എപ്പോഴും വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. നിങ്ങളെ എപ്പോഴും ഓർക്കുന്നവരെ മറക്കരുത്. നിങ്ങളുടെ ചുറ്റിലുമുള്ള എല്ലാവരും നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തികളാകണമെന്നില്ല. ഈ ലോകത്തിൽ എന്തുകൊണ്ടോ കുറേ ആളുകൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഉയർച്ചകളിലും സന്തോഷങ്ങളിലും അസൂയപ്പെടുന്നവരാണ്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ സ്വയം പരിഹരിക്കുമ്പോൾ നിങ്ങൾ ഒരു ശക്തനായ വ്യക്തിയായി മാറുന്നു. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളും ഉണ്ടെന്ന് അറിയുക. നിങ്ങൾ വിഷാദത്തിലാണെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഉത്കണ്ഠ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ജീവിക്കുന്നു. നിങ്ങൾ സമാധാനത്തിലാണെങ്കിൽ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. ഭക്തരെ, ഇഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കുമ്പോൾ മാത്രമല്ല ജീവിതം മനോഹരമാകുന്നത്. സ്വന്തമായതിനെയെല്ലാം ഇഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴും ജീവിതം മനോഹരമാണ്. നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നിങ്ങളെക്കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അവർക്കൊരു അനാവശ്യമാണ്. ഒരു ഇരുമ്പ് ദണ്ഡിന് കൂടുതൽ അടികിട്ടും തോറും അത് മൂർച്ചയുള്ള ആയുധമായി മാറുന്നു. അതുപോലെയാണ് നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നിങ്ങളുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു. നാവിന് അസ്ഥികളില്ല, പക്ഷേ അതിന് ഹൃദയം തകർക്കാനുള്ള ശക്തിയുണ്ട്. അതിനാൽ നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കുക. നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്. നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ആയുധങ്ങളാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴിയാണ് പുഞ്ചിരി. കൂടാതെ നിശബ്ദത പല പ്രശ്നങ്ങളും ഒഴിവാക്കാനുള്ള വഴിയാണ്. നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. എന്നാൽ നിങ്ങൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അത് ഒരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാകില്ല. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ വരുന്ന 100 ആളുകളേക്കാൾ വിലയുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുന്ന ഒരാൾക്ക്. സന്തോഷമായിട്ടിരിക്കാൻ 2 വഴികളുണ്ട്. നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ സാഹചര്യങ്ങളോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. കൊതിച്ച ജീവിതത്തെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും. ഇന്ന് നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്താണോ അത് നാളെ നിങ്ങളെ ശക്തനാക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന മുൻകോപം മുൻപോട്ടുള്ള വഴികളിൽ തടസ്സം സൃഷ്ടിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക. മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. സ്നേഹിക്കുക. സാഹചര്യം മാറുമ്പോൾ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കുന്നവരെയോ അല്ല, ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ. നിങ്ങളുടെ താഴ്ച കാണുമ്പോൾ ചിരിക്കുന്നവർ നിങ്ങളുടെ ഉയർച്ച അത്രമാത്രം ഭയപ്പെടുന്നു. ഭക്തരെ, എല്ലാ സങ്കടങ്ങൾക്കുമൊടുവിൽ വലിയൊരു സന്തോഷം നിങ്ങളെ തേടിയെത്തും എന്ന വിശ്വാസത്തോടെ ജീവിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ സ്വന്തം സമാധാനത്തിന് പ്രാധാന്യം നൽകുക. തെറ്റ് ചെയ്യുന്നവർക്ക് സത്യം ഒളിപ്പിച്ചു വയ്ക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. പക്ഷേ സത്യം പറയുന്നവന് ഒളിപ്പിച്ചു വയ്ക്കാൻ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.